ബാങ്ക് പ്രസിഡന്റ് സുഗതനാണ്. ആരാണ്? ഷാരത്ത പണിയേട്ടനാ? അല്ല ഇത് നമ്പർ അതെ. എന്താ പണിയേട്ടാ? ആ ആ ശരി ശരി ശരി, വന്നാ മതി വന്നാ മതി. ആ ആ എന്താ ഉണ്ണി ഈ വഴിക്കൊക്കെ? സുഖേട്ടാ, നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി ലോണ് വേണമായിരുന്നു. നിനക്കോ? ഓ, എത്ര സെന്റ് സ്ഥലം ഉണ്ട് നിനക്ക്? 7 സെന്റ് ഉണ്ട്. 7 സെന്റ് സ്ഥലം അല്ലേ? അത് എന്താ അറിയോ ഉണ്ണിയെ, ഓ, ഇപ്പൊ ഈ സഹകരണ ബാങ്കിൽ നിന്നൊന്നും ലോൺ അങ്ങനെ കൊടുക്കണില്ലേ. കാരണം ഈ 5 സെന്റിന് താഴെയുള്ളവർക്ക് ലോൺ കൊടുത്തിട്ട് ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോ അങ്ങനെ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് ഇപ്പൊ. അല്ല സുഖേട്ടാ, ലോൺ എടുക്കുന്നത് വീട് വെക്കാനല്ലേ, ജപ്തി ചെയ്യാനല്ലല്ലോ. അല്ല, ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ജപ്തി ചെയ്യേണ്ടി വരുമല്ലോ. അല്ല സുഖേട്ടാ, എന്തെന്ന് ഈ പറയുന്ന? അതെ, പൊതുവെ ജനങ്ങൾക്കൊരു ധാരണ ഉണ്ട്, ഈ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടത്. ഈ ലോൺ എടുക്കാൻ വരുമ്പോ വരുന്ന സൂക്ഷ്കാന്തി ഉണ്ടല്ലോ, ഈ പൈസ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോ കാണിക്കില്ല. അപ്പൊ അവര് ബാങ്കിന് നേരെ ആത്മഹത്യാപേക്ഷ മുടക്കും. അതുകൊണ്ടാ പരിപാടിയൊക്കെ നിർത്തിവെച്ചേക്കപ്പോ. സുഖേട്ടാ, ഞാനൊരു പാർട്ടിക്കാരനല്ലേ, ഗത്ര ജാഥയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ ഉണ്ണിയെ, ജാഥയിൽ പ്രവർത്തിച്ചോണ്ടൊന്നും പാർട്ടിക്കാരനാവില്ല. പാർട്ടിക്കാരനാവണമെങ്കിലേ മെമ്പർഷിപ്പ് വേണം. പിന്നാരാ? നീ വെറും ഒരു അനുഭാവി. അനുഭാവി എനിക്ക് ലോൺ ശരിയാക്കി തരാം സുഖേട്ടാ. നീ ആദ്യം ഇതൊന്ന് പിടിച്ച, അങ്ങട് പിടിക്കേ. അനക്ക് ലോൺ വേണമെങ്കിലേ നീ നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് അപേക്ഷിക്കും. സുഖേട്ടാ, എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഞാൻ എങ്ങനെ കൊടുക്കും? ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ, എനിക്കത് ആരും തരുകയും ചെയ്യില്ല. സുഖേട്ട വിചാരിച്ചത് നടക്കും സുഖേട്ടാ, ആയിക്കോട്ടെ. ഒരു പ്രതീക്ഷയാണ് എന്റെ വീട്. എന്നെ കൊണ്ട് ഞാൻ വലഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനേ ബോർഡിൽ വെക്കാം. ആയിക്കോട്ടെ. പക്ഷെ നടക്കില്ല. നടക്കാത്ത പിന്നെ എന്തിനാണ് ബോർഡിൽ വെക്കുന്നത്? എന്നാലും നമ്മുടെ പാർട്ടി അനുഭാവി ആയ സ്ഥിതിക്ക് നിന്റെ അപേക്ഷ ഞാൻ ബോർഡിൽ വെച്ചു എന്ന് എനിക്ക് പറയാലോ. പൊക്കോ, നാളെ പണിയുണ്ട്. അനക്ക് പണിയുണ്ട്. പണിയില്ലാത്ത 2 ദിവസം അങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് പണിയുണ്ട്. സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു ചേർക്കണേ. മലയാളം ഹിന്ദി നിങ്ങളുടെ പാട്ടൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവല്ലോ. സോട്ടോന സോത്ര ബാഡു സുതോസലോ ചോട്ടുമാലോ സുതോട്ടു. ആ 3 നോക്കാം. 3 ബമ്പർ കിട്ടിയില്ല. ബമ്പർ കണ്ണൂർ കിട്ടി, ഇരുട്ടി കിട്ടി. ബമ്പറൊക്കെ വേറെ കിട്ടിണ്ടാ, അത് നോട്ടയില് ചെറുതൂലുണ്ടോ നോക്കട്ടെ. ഇതിലേ ഈ 3 ഒന്നുമില്ലടാ. ഒന്നുമില്ല. 10 രൂപ ഇല്ലടാ. ഇതൊക്കെ പോയത് അന്നാ, അന്ന് കാര്യമില്ല. വേറെ എടുത്തോ. 3 എടുത്തോ. സോലോ ഫോട്ടോ സോട്ട് സോലോ കാശ് പോവല്ലോ. പൂരാ പൈസ കേരള സർക്കാർ മേലെ പറ്റിക്കാം. എടാ, ഇത് ഞങ്ങള് പറ്റിക്കണല്ലാതെ, ഇത് സർക്കാരിന്റെ ഒരു പദ്ധതി അല്ലേ. ഇവിടെ നിന്ന് എടുത്താൽ മതി ലോട്ടറി. വേറെ എവിടെയും പോയി അടിക്കില്ല. വേറെ എവിടെ നിന്ന് അടിക്കില്ല. ഇല്ല, കളിഞ്ചാളിക്ക് 5,000 അടിച്ച. എടാ, നീ അവിടെ നിന്ന് പോന്നാ പിന്നെ അവിടെ ആരാ ഉള്ളത് കടയില്? അവിടെ ആരുമില്ല. രാഘവേട്ട ക്യാഷിൽ ഇരിപ്പുണ്ട്. നിനക്ക് പണിയൊന്നുമില്ല. പണിയാണ് പൊറോട്ട അടിക്കണം. പൊറോട്ട 10 കിലോ മൈദാപ്പൊടി കുളച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കുളച്ചു വെച്ചാ കുഴപ്പമില്ല. എന്താ പരിപാടി? എന്താ ലോട്ടറി ഇങ്ങനെ ലോട്ടറി എന്തെന്നാ ചെയ്തല്ലേട്ടാ? നിങ്ങൾക്ക് എന്റെ കാര്യം അറിഞ്ഞൂടെ? എന്താ ഞാൻ ഇത് വെറുതെ തൂക്കിട്ട് നടക്കുന്നേ? ഞാൻ വെറുതെ ആയിട്ടും തൂക്കിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ഒരു പേടിയല്ലേ? മലയാളി കച്ചറ ആദ്മി ഓട്ടോറിക്ഷ ലോട്ടറി പിക്കാണ്. കാക്കരക്കാനായി ഒറ്റ പണിക്ക് പോകില്ല. ചിലക്കാട് ഉത്തരി ഇതൊക്കെ ഞാൻ എങ്ങനെ പേടിയല്ലേ നിങ്ങൾക്ക്?
ഞാൻ ഒരു ഊര വരെയുള്ള മനുഷ്യൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടാ നീ വിറ്റോ, നീ വിൽക്കണോടത്ത് വന്ന് ഞാൻ തടസ്സം ചെയ്യണ്ടോ? ഞാൻ എന്റെ കടയുടെ മുമ്പിൽ ഒരു 4 ലോട്ടറി വിറ്റത് എത്ര വലിയ പ്രശ്നം? ഞാൻ ഈ പറഞ്ഞ കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. നീ എടുത്തോ, നീ എവിടെ വെച്ചാൽ കൊണ്ടേ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളെടുക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് സൂതിയാത്മിക കംപ്ലീറ്റ് ടിക്കറ്റാ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാരും പറയാം. കണ്ണടിക്കാൻ പോയി ഞാൻ കുറെ നേരം പറഞ്ഞു കൊടുക്കുന്നു കേട്ടാ. എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു നീ എന്റെ നാട്ടിലോ? അവര് ഡ്യൂപ്ലിക്കേറ്റ് ലോട്ടറി എടുക്കില്ല എന്നാ പറയണേ. ഒരു ലോട്ടറി ഇട്ടെ അവരിവിടുന്ന് എടുത്തടാ, ഇവിടുന്ന് സ്ഥിരം എടുക്കണ ആൾക്കാരാണത്. ഒരെണ്ണം എന്റെ അടുത്ത് എടുക്കണോ ലോട്ടറി? നല്ല നമ്പർ തരാം, നല്ല നമ്പർ. ഈ പൊറോടത്ത് മാവ് കുറച്ച് വെച്ചിട്ട് നടക്കാണ്. പൊറോട്ടൊക്കെ മാവ് കുളച്ച് കളഞ്ഞ അടുക്കളയിൽ മാവ് കുളച്ച് വെച്ചേ ഇപ്പൊ പറയും കുറച്ച് വെച്ചിട്ട് ഉണങ്ങാനാ വെച്ചിന്. ഉണങ്ങാനാ അടിക്കല എപ്പോ ടിക്കറ്റ് എടുക്കാം, സീതൽബായൊക്കെ ടിക്കറ്റ് നോക്കാം. ടിക്കറ്റ് എടുക്കും. നീ പോയി പണി കച്ചറ ഭായി മേരാക്കാം മേരാക്കാം. നീ വേണ്ട ഒരു ലോട്ടറി എടുക്കാൻ വന്ന വേറെ സമാധാനത്തിലിരിക്കും. വേണ്ട വേണ്ട ഇവൻ ഇവൻ ഒരു കളനാണ്. പൈസ ഇല്ല പണിയെടുക്കും. ശമ്പളം കൊടുക്കാൻ വെറുതെ ശമ്പളം കൊടുക്കാൻ പൊറോട്ട ബീഫ് കള്ള മടിയനാണ്. അവൻ നല്ലൊരു പണിക്കാരനെ കളയണ്ട. അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും പറയരുത്. യൂണിയൻ രാഘേട്ട അവൻ വരും. അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല, അങ്ങനെ പറയരുത്. ചെല്ല് ചെല്ല് ചെല്ല്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെല്ല് ചെല്ല്, അങ്ങനെ പറയരുത്. ആ എന്തൊരു കഷ്ട. ചെല്ല് നിങ്ങള്, അവനെ പറഞ്ഞുവിടൊന്നും വേണ്ടാ. പിന്നെ പൊറോട്ട അടിക്കാൻ ആളായിട്ടില്ല. എന്തൊരു കഷ്ട, ബംഗാളികളെക്കാൾ കഷ്ടം ഈ മൂപ്പര്. അയ്യോ സ്തുതി. ഒറ്റ അടിക്കാതെ നമ്പർ എന്തിനാ ഇതെല്ലാം വാങ്ങിച്ച ആള് പറ്റിക്കും നിങ്ങള്? ഞാനാ പറ്റിക്കുന്നത്? പിന്നെ ആര്? ഞാനാ? എടാ അത് സർക്കാരിന്റെ ലോട്ടറി. അത് ഒറ്റ പോളാ, അതാ വിളിക്കാത്തത്. എത്ര സെങ്കുണ്ടാവും? വേറൊരു അമ്മാവനുണ്ടാ? ആകെ ഒരു അമ്മാവനാ. എവിടേക്കാ കരഞ്ഞു പിടിച്ചു പോണ? ഞാൻ അങ്ങനെ പോയില്ല. എല്ലാരും ഒരുപോലെ ആവൂല, അങ്ങനെ ആവൂല. തോണ് ആ കുട്ടിയെ വിടറാ, ഔട്ടിക്കോളൂ. എന്താണ് എന്താ സംഗതി? എവിടേക്കാ കരഞ്ഞു നില പിടിച്ചു പോണു? എന്താടാ എന്ന് പറയട്ടെ? എന്തേ? എന്റെ സ്വന്തം മരുമോള് ചിന്നുവിന്റെ കല്യാണ നിശ്ചയം ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞില്ലേ? പിന്നെന്തേ? ഒരു വാക്ക് എന്നോട് പറഞ്ഞ അമ്മാവല്ലേ? നിന്നോട് പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അതാണ് നിന്നെന്നലെ അവിടെ കാണാൻ ഞാനും വിചാരിച്ചു. ഉണ്ണീനെ ഇവിടെ കാണാനല്ലോ. എന്തിനു നിന്നെ വിളിച്ചില്ല? നമുക്ക് പൈസയും പ്രതാപമൊന്നുമില്ല. എന്റെ മരുമോളല്ലേ, എന്റെ രക്തത്തെ പുറത്ത് എന്റെ മോള്. ഇതിനെ കണക്കാൻ ഇറ്റുകൾ കണക്കാണ് ഞാൻ കാണുന്നത്. അത് മോശമായി അയാൾ ചെയ്ത് വളരെ മോശമായി പോയി. നിന്നെ വിളിച്ചില്ല അല്ലേ? ഇതാ എന്റെ എല്ലാം വിറ്റ് പെറുക്കിന് കല്യാണം നടത്തിയ ഞാൻ. ഒന്നുമില്ല ഇപ്പൊ എനിക്ക്. 5-6 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. സാറടാ വിഷമിക്കേണ്ട. അത് സാരല്ല. നീ ഇപ്പൊ എവിടേക്കാ എന്നിട്ട്? ഞാൻ ചോദിക്കണം എനിക്ക്. എന്ത് ചോദിക്കുന്നത്? ചോദിക്കണം. നാണണ്ടാ നിനക്ക്? വിളിക്കാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്താ വിളിച്ചില്ല എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഒന്നും കൂടി താഴ്ന്നില്ലടാ. അതിന് നിൽക്കരുത്. അയാളുടെ സ്വഭാവം അങ്ങനെ വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മണ്ടൂരോട് ചോദിക്കണം, എന്റെ പെങ്ങളോട് ചോദിക്കണം. പക്ഷെ എന്താ അങ്ങനെ സംഭവിച്ചാണാവോ? അത് നമുക്കൊന്നുമില്ലല്ലോ, നമുക്ക് പൈസ ഇല്ലല്ലോ. അവരല്ലേ പൈസക്കാര്. ഉള്ളത് നോക്കിയിട്ട് അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അത് ശരിയല്ലല്ലോ. പൈസ ഉണ്ടാവും പറ്റിയ സാധനം ഇടുവാണാ. ലോട്ടറി നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുക? ഞാൻ ലോട്ടറി ഒന്നും എടുക്കില്ല. ലോട്ടറി എടുക്കാം. അവരുടെ എടുക്കണേ, അവരുടെ എടുത്തോ. അവന് ആ പ്യാരിയും ചോദിച്ചിട്ട് എടുത്തില്ല. പൈസ വേണോ? അവരുടെ എടുക്ക്. ഇപ്പൊ നമ്മള് തമ്മിലുള്ള പിണക്കം തീർന്നിട്ടാ. എന്റെ പീഡർ ഉമ്മറത്ത് നിന്നിട്ടാ നീ ഇപ്പൊ ലോട്ടറി വിറ്റേക്കണേ. മനസ്സിലായില്ലേ? ഞാനും കൂടി സമ്മതം തന്നിട്ടാണ്. അത് കുഴപ്പമില്ല. ഉണ്ണേ നീ ചോദിക്കാനൊന്നും പോകണ്ടോ? അല്ല ചേട്ടാ, മനസ്സിലോട്ടാ ഇറങ്ങ. അല്ല അത് മനസ്സിലായി. നിന്റെ പോക്ക് കണ്ടപ്പോ മനസ്സിലായി എനിക്കത്. അത് വേണ്ട വേണ്ട.
അത് മോശാടാ. അതെ ആ സൗഹൃദത്തിൽ പോയാൽ മതി കേട്ടോ. പാവണ്ട് കേട്ടോ. എന്തൊരു കഷ്ടം. എന്ത് മനുഷ്യന്മാരത് ഉള്ളതും ഇല്ലാത്തതും നോക്കിയിട്ട് പെരുമാറുക പറഞ്ഞ. ഇത് കണ്ട, ആദ്യം നീ പറഞ്ഞ ആ സാരിയില്ലേ, അതിനെക്കാട്ടിലും ഈ സാരി തന്നെയാ നിനക്ക് ചേരണേ. പക്ഷെ ആ നീലയില്ലേ കുറച്ചുകൂടി ഇതിനെക്കാട്ടും ഭംഗിയില്ല എനിക്ക്. ഒന്നല്ല, നിനക്കിതിൽ നല്ല രസം ഉണ്ടായിരുന്നടി നിന്നെ കാണാൻ. ഇതാണ് രസം. എന്നാ ഇതെടുക്കല്ലേ നമുക്ക്? ഇതല്ല ആരാ? ഈ നിൽക്കുന്ന ചിഹ്നന്റെ ആരാ? കൊള്ളാം. നീ ആരാ? നീ ചോദിക്കാതെ. നീ എവിടെയായിരുന്നടാ ഇന്നലെ? നന്നായി. എവിടെയായിരുന്നു? എന്റെ ചങ്ങായി പയ്യാടക്കത്തെ ബാലം പറഞ്ഞിട്ടാണോ ചിന്നുവിന്റെ നിശ്ചയുടെ കഴിഞ്ഞ് ഞാൻ അറിയേണ്ടത്? എന്റെ മരുമോളല്ല, എന്റെ രക്തത്തെ പറഞ്ഞ മോളല്ലേ അത്? ഈ കൈ കൊണ്ട് എടുത്തു വളർത്തിയ എത്ര സങ്കടം ഉണ്ടാവും. എന്റെത് പോട്ട് ഈറ്റിങ്ങളെയോ ഒന്ന് ആലോചിക്കായിരുന്നു എനിക്ക്. ഇവിടെ സത്യമായിട്ടും അതെ, ഇന്നലെ ആ തിരക്കിന്റെ ഇടയിൽ നിന്നെ ഞാൻ വിളിക്കാൻ പോകുമ്പോ സത്യമായിട്ട് എന്നോട് പറഞ്ഞല്ലേ നീ വരൂന്ന്. വാള് വന്നും പോന്നല്ലേ പറയുന്നുണ്ട്, പക്ഷെ നിശ്ചാത കാര്യം എന്നോട് പറയണ്ടേ? ഈ പെണ്ണിന്റെ അമ്മാവല്ലേ ഞാൻ. ഈ കുഞ്ഞോട് പറഞ്ഞോ ചിക്കൻ ഫ്രൈ കൊഞ്ച്? അച്ഛനോട് പറഞ്ഞതാ മാമനോട് പറയാൻ. നിനക്ക് എന്നെ അറിഞ്ഞൂടെ? ഞാൻ നിന്നെ അങ്ങനെ മാറ്റി നിർത്തുന്നു നീ വിചാരിക്കണ്ട. ഞാൻ സത്യേട്ടന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞാണ്, ഞാനാണ് നിന്നോട് പറയേണ്ടത്. ഞാൻ വിളിക്കാൻ തുടങ്ങുമ്പോ സത്യേട്ടൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞത് നിന്റെ അടുത്ത് പറഞ്ഞോളാന്ന്. ഒന്നും പറഞ്ഞില്ലടാ. ഈ പിള്ളേരെ അമ്മ വരാൻ കഴിഞ്ഞ 9-ാം മാസം കൊണ്ട് ഞാൻ വരണ്ട പറഞ്ഞു. ഇത്ര വിഷമം നോക്ക്. നാട്ടുകാർ ചോദിക്കൂല അവളോട്. നീ ഇപ്പൊ വിഷമോന്നും വിചാരിക്കണ്ട, കേറ്. വേണ്ട പോന്ന്, അങ്ങനെ ഉണ്ടാവല്ലോ. നീ അങ്ങനെ പോവല്ലേ, മക്കള് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാടാ. കേറ് സത്യേട്ടാ. വേണ്ട, വിളിക്കണ്ട മണ്ടു. കഷ്ടപ്പാടും ദാരിദ്ര്യം നല്ലോണം ഉണ്ടെന്നില്ലോ. ഈറ്റെങ്കിൽ കൊടുക്കേണ്ട ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുക്കാൻ ഇപ്പൊ ആവും. അതിനൊക്കാവും. അവർക്ക് വേണ്ടത് ഞാൻ മേടിച്ചു കൊടുക്കും. അങ്ങനൊന്നും പറയല്ലേ. പറഞ്ഞു, മനസ്സിലായിടാ. സത്യേട്ടാ വന്നേ നടന്നേ മക്കളെ. സന്തോഷായി, ഒരുപാട് സന്തോഷായി. ഇങ്ങനൊരു ബന്ധം വേണ്ട. നടക്ക് നടക്കണം. ഇതൊക്കെ വേണ്ടെന്ന് ഞാൻ മേടിച്ചു തരും. എന്തിനാണ് ഇവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നീ എന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉണ്ണിയോട് നിശ്ചയം പറഞ്ഞോ? എന്റെ ആങ്ങളയോട് നിങ്ങൾ നിശ്ചയം പറഞ്ഞോന്ന്? ആ ഉണ്ണിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ കള്ളല്ലേ പറയണേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് വല്ല പണി കിട്ടിയപ്പോ പണിക്ക് പോയിട്ടുണ്ടാവുന്നു. ഒന്നുമല്ല, അവനോട് നിങ്ങൾ തീയതി പറഞ്ഞിട്ടുണ്ടായില്ല. അവനും മക്കളും കൂടി ഇവിടെ വന്ന് എത്ര വിഷമിച്ചിട്ട് പോയെന്നറിയാമോ? ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയി അവര്. ഇനിയിപ്പോ കുഴപ്പമില്ല, കല്യാണമൊക്കെ ഉണ്ടല്ലോ, കല്യാണത്തിന് വിളിക്കാം. ഇവളുടെ അമ്മാവനാ അത്, എന്റെ ആങ്ങളയാ. അവൻ വരണ്ടേ നിശ്ചയത്തിന്? എടി, നമ്മുടെ വീടിനേക്കാൾ വലിയ വീട്ടുകാരും പത്രാസുകാരുമാണ് അവര്, അല്ലേ? അവര് വന്നിരിക്കണതിന്റെ ഇടയിൽ ഇവൻ കയറിയിട്ട് വല്ല വായത്തോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഓട്ടടക്കാൻ ഞാൻ നിൽക്കണ്ടേ? എന്തിനു വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണം? ഇനിയിപ്പോ കല്യാണം ഉണ്ടാകുമ്പോ കല്യാണത്തിന് വിളിക്കാം, അപ്പോൾ വരും. എന്തിനാ പന്തലിടാനും സദ്യ വിളമ്പാനോ? പപ്പടം കച്ചനൊക്കെയാണോ നല്ലത്? അച്ഛൻ വിളിക്കാൻ പറഞ്ഞോണ്ടല്ലേ ഞാനെങ്കിലും വിളിക്കായിരുന്നല്ലോ അവരെ. ഇനിയിപ്പോ അത് നോക്കണ്ട, ഇനി കല്യാണത്തിന് വിളിക്കാം. നിങ്ങൾക്ക് കണ്ണി കണ്ടവരെയൊക്കെ വിളിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കണ്ണി കണ്ടവരെ വിളിച്ചാൽ യൂട്യൂബിൽ തുള്ളി തുള്ളി നടക്കണവൻ എന്തിനാ വന്നേ? യൂട്യൂബിൽ തുള്ളി തുള്ളി നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പൊ 4 ആൾ അത്യാവശ്യം സെറ്റപ്പിലുള്ള ആളുകളാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ 4 ആൾ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ? ആ നിലയ്ക്കാണ് അവനോട് പറഞ്ഞത്. അതുപോലെയാണ് അവൻ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു വിലയില്ലായിരിക്കും, പക്ഷെ അവൻ എന്റെ കൂടെപ്പിറപ്പാ. എനിക്ക് അവന് നല്ല വിലയുണ്ട്, നല്ല സ്നേഹമുള്ളവൻ അവൻ. ആയിക്കോട്ടെ, സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ കൊച്ചിനെ ചെറുതിലെ അവൻ എന്തോരം എടുത്തോണ്ട് സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. പകരം കൂടിയും വേണം. പറഞ്ഞാ മനസ്സിലാവാത്തത്. നിന്റെ അച്ഛനുണ്ടല്ലോ, ഭ്രാന്താണ് ഭ്രാന്ത്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുക, എന്നിട്ടേ കാര്യമുള്ളൂ. അമ്മയ്ക്ക് വട്ടാണ്, മിണ്ടാണ്ടിരിക്കാൻ പറ കുറച്ചു നേരം. എന്നാലും അച്ഛാ, മാമനെ വിളിക്കായിരുന്നു. രാഘവട്ടോ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം എന്ത് കച്ചവടോ? അതെന്താ എത്ര വില വർദ്ധിക്കുന്നു പഞ്ചസാരക്ക്? ഇന്നും വില കൂടി പഞ്ചസാരക്ക്. സാധനങ്ങൾക്ക് വില കൂടിയാലും എന്താ? നിങ്ങൾ പകുതി പൈസ അല്ലേ ഹിന്ദിക്കാർക്ക് കൊടുക്കണത്? ആര് പറഞ്ഞേ? പണിയെടുക്കില്ല. ഈ മലയാളികളെ കൂടെ കൂടിയിട്ട് അവര് വേറും കള്ളന്മാരായി. എന്റെ കടയിൽ ഒരു ഹിന്ദിക്കാരനുണ്ടായി, പ്യാരി എന്ന് പറഞ്ഞിട്ട്. ഓനൊരു ദിവസം പൊറോട്ടൊക്കെ കുഴച്ച് വെച്ചിട്ട് ആ ശീതളിന്റെ കടയിൽ പോയിരിക്കുന്നു. ഞാൻ വേറെ പൊറോട്ട കുഴച്ച് വെച്ച് കാണുന്നേ ഇല്ല. പെരുതി പോകുമ്പോൾ കാണേണ്ടിയിരിക്കുന്നു. ആടെ ലോട്ടറി പെരുതി കൊടുക്കുന്നു. ഓന് ലോട്ടറി പ്രാന്താന്ന്.
എല്ലാം മലയാളികളെ കണ്ടുപഠിച്ചു. ഓൻ ഇല്ല പാൻ പരാകും അത് ഇതും തിന്ന് ത്വാടാടയെ തൊപ്പി ആകെ വൃത്തികേടാക്കെ ഞാൻ ഓനെ പിരിച്ചു വിട്ടു. ഒഴിവാക്കി അവനെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ വരാലോ ഒഴിവുണ്ടെങ്കിൽ എന്തിന്? അല്ല ഞാൻ പോർത്തിരിക്കണേ. അതെ, നീ വെറുതെ ഇരിക്കും. നീ ആടെയും വന്നിട്ട് വെറുതെ ഇരിക്കും. എനിക്ക് ഒരുത്തനും വേണ്ട, ഞാൻ തന്നെ വണ്ടി എടുത്തു. നിങ്ങൾക്ക് മലയാളിയും വേണ്ട, അന്യസംസ്ഥാനവും വേണ്ട. ഇനി അമേരിക്കയിൽ നിന്ന് സാഹിബിനെ കൊണ്ടുവരാം. എന്തേ നമ്മളെ നാട്ടിൽ ലോട്ടറി അടിച്ച്. നാട്ടിൽ ലോട്ടറി അടിച്ചോ? നാട്ടിൽ ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്ന്. ആർക്കാന്ന് വലിയ ഉറപ്പില്ല. ചില ആൾക്കാർ പറയുന്ന രാഘവന്റെ കടലിൽ പണിക്കുന്ന മറ്റേ പ്യാരിയില്ലേ, ചിലര് പറയുന്ന മൂപ്പർക്ക് അടിച്ചെന്നാ. അങ്ങനെയാ പറയുന്ന കേൾക്കുന്നേ. നിങ്ങൾ എന്തായാലും അവനെ പിടിച്ചു വെച്ചോട്ടോ. മിക്കവാറും രാഘവന്റെ കടാവും വാങ്ങുന്ന തോന്നുന്നു. മോനെ എന്താ രാഘവ് ചേട്ടാ, എന്താ രാഘവ് ചേട്ടാ? കാം കര നീ എന്റെ മോനാണ്, നീ എന്റെ മോനാണ്, അപ്പൊ ആകല്ലേ നീ എന്റെ മോനാണ്. ക്യാ രാഘവ് ചേട്ടാ? ക്യാ കള്ളൻ ലോട്ടറി അടിച്ചിട്ട് പണി. ലോട്ടറി എടുക്കില്ലേ? ലോട്ടറി എടുക്കല്ലേ? എന്തെത്തി ലോട്ടറി എടുക്കില്ല നീ ഇനി ഒന്നും എടുക്കണ്ട, നീ ഒരു പണി എടുക്കണ്ട. എന്റെ മോൻ എന്റെ കൂടെ വന്നാ മതി. इधर काम है तो दिन का इधर काम राघव ചേട്ടാ, तो इधर काम घर से आएगा. ലഡു തിന്ന് ലഡു യൂസ് എന്റെ तो देख भैया आओ आओ खाना मेरा मालिक मेरा होटल में मालिक है राघव सेठा. खाना का आएगा जूस राघव എന്റെ മോനെ राघव सेठा खाया ना കളിക്കാൻ राघव सेठा കളി. मेरा मालिक मैं दूसरे दुकान में परोठा में कर. अच्छा 2 दिन में मैं चकटा थोड़ा. हेलो आयो लड्डू कहना ലോട്ടറി അടിച്ച ഉണ്ണിക്കാ പ്യാരിക്കല്ല. क्या राघव भाई? क्या राघव सेठा? ഒരൊറ്റ ഒന്ന് കേരളത്തിൽ കാലുകുത്തി പോകും നായിന്റെ മക്കൾ. अक्षरात में पागल में बंगाली मारा निने. ഈ പഞ്ചായത്തിൽ നമ്മൾ ഇപ്പോൾ ആരോട് അന്വേഷിച്ചാലും ഇത്ര തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വേറെ കാണാൻ കഴിയില്ല. എന്റെ ആങ്ങളെയാണ്. അതെ, ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉണ്ണി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റിയിട്ട് നന്നായിട്ട് അറിഞ്ഞിരുന്നു. കാരണം നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു 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 സ്നേഹത്തിന്റെ ഇതിൽ വീണു പോയത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ കല്യാണം തന്നെ നടന്നിട്ടുണ്ടായത്. എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് വന്ന് പറയും, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പിന്നെ മാത്രം ഇന്ന പണിയൊന്നുമില്ല, ഏത് പണിക്ക് ആര് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് അത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ലോട്ടറിയും ഇതൊക്കെ അടിച്ചപ്പോൾ കോടികളൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇത്രയും വലിയ പൈസയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അതൊന്നും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനെന്നുള്ള ഒരു ശേഷിയൊന്നും പുള്ളിക്കാരനില്ല. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയുക, അത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇനി ഭാവിയിൽ ഞങ്ങൾ കൂടിയിരുന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് അതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കുക. ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇപ്പൊ ഒരാളിപ്പോ വരും, വരാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എത്തും. അപ്പോ ഉണ്ണിയുടെ അളിയനും കുടുംബവും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ ഉണ്ണിക്ക് ലോട്ടറി കൈമാറിയ ഏജന്റ് സുധീരെ അടുത്തേക്കാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഉണ്ണി? ഒന്നും പറയില്ല, ഭയങ്കര സന്തോഷ. ഭയങ്കര 10 കോടിയായിട്ട് ഞാൻ വിറ്റ ലോട്ടറിയില്ല. മാത്രമല്ല ഈ ഞാൻ വിറ്റ ലോട്ടറിയിൽ ചെറിയൊരു സമ്മാനം വേറെ കുറേ ഉണ്ട്. എനിക്ക് ഊര വരുന്നുണ്ട്. പിന്നെ ഉണ്ണി കാണുന്നതായിരിക്കും എന്നാ. പിന്നെ എന്റെ കഞ്ഞൂടി മുട്ടിക്കാൻ ചില ചങ്ങായികളെല്ലാം കടയെല്ലാം പോയിട്ട് ലോട്ടറി എല്ലാം വിൽക്കുന്നുണ്ട്.
ഓലടുത്ത് ആർക്കും അടിക്കില്ല, അത് വേറെ കോമഡിയാ. അന്റെ ഒരാളും ടിക്കറ്റ് എടുക്കാണ്ടിരുന്ന സമയത്ത് ഞാനല്ലേ പറഞ്ഞിട്ട് ഉണ്ണിനെ കൊണ്ട് എന്റെ ടിക്കറ്റ് അവിടെ ഇരുന്നോട്ടെ, നീ അവന്റെ എടുക്കടാന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ അവനെ കൊണ്ട് എടുപ്പിച്ചേ? പിന്നെ എന്താ നീ പറയണേ? നാണല്ലാത്തോനെ എന്താ നീ പറയണേ? 10 കോടി അടിച്ചല്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ പറഞ്ഞുതരാം. അതായത് സത്യം പറഞ്ഞ അവന്റെ കൂടെ ഒരാളുണ്ടായിട്ടില്ല, ഈ പറഞ്ഞ കൂട്ടുകാരുണ്ടായിട്ടില്ല, വീട്ടുകാരുണ്ടായിട്ടില്ല, നാട്ടുകാരുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവനെ കല്യാണം വരെ വിളിക്കാത്ത ആൾക്കാരുണ്ട്, നിശ്ചയം വരെ വിളിക്കാത്ത ആൾക്കാരുണ്ട്. നിശ്ചയം പിന്നെ പോട്ടെ, അത് പിന്നെ പോട്ടെ, അത് വീടിരിക്കൽ വരെ വിളിക്കില്ല. അങ്ങനെ ഒരു കാര്യത്തിന് അവനെ വിളിക്കില്ല. എന്നാലോ തങ്കപ്പെട്ട മനുഷ്യനാണ് അവൻ, ഒരു ശല്യത്തിനും ഇല്ലാത്തവനാണ്, നല്ലൊരു മനുഷ്യൻ. അങ്ങനെ കരഞ്ഞു പിടിച്ച് അവനെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ് മക്കളായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് പോണ സമയത്ത് ഞാനാണ് എന്റെ ആത്മഹത്യ ചെയ്യാൻ പോയോ ഇല്ലേ എന്നുള്ളത് അവനോട് അവനിപ്പ വരും. അവനെ കുടുംബക്കാര് കുടുംബക്കാര് ഞാൻ പറയട്ടെ, നിശ്ചയത്തിന് വിളിക്കാത്ത ആൾക്കാരുണ്ടോന്ന് നിശ്ചയത്തിന് വിളിക്കാത്ത പെങ്ങളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയുന്ന അത്രയും ഉണ്ണിനെ ആർക്കും അറിയില്ലല്ലോ. നിങ്ങൾ അത് കാരണം നിശ്ചയത്തിന് വിളിക്കാൻ ഉണ്ണീനെ അറിയണ അത്ര ഇവർക്ക് അറിയണ അത്ര വേറെ ആർക്കും അറിയില്ല. അത് കാരണം ഉണ്ണീനെ നിശ്ചയത്തിനാ വിളിച്ചില്ല. കാരണം ഇവർക്ക് അറിയാലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവനെ ഇവിടെ കുടുംബക്കാരൊക്കെ തള്ളി പറഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് ഇവൻ സങ്കടത്തിൽ ഇവന്റെ കുട്ടികളായിട്ട് പോണ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്നെ വിളിച്ചിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കുമെന്ന് ഞാനാ പറഞ്ഞത്. ഞാൻ എന്റെ ലോട്ടറി അവിടെ വെച്ചിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്ത് കൊടുപ്പിച്ചിട്ട് അവന് 2 കോടി ഉറുപ്പിയാണ് അവൻ അടിച്ച. 2 കോടി 10 കോടിയോ? അയ്യോ, പിന്നെ എങ്ങനെ അസുഖം 10 കോടിയാണ് ഉണ്ണിക്ക് അടിച്ചത്. 10 കോടി അടിച്ച കൊട്ര